ഗൈസ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഡിസ്പ്ലേ ഈ എന്താ പറയുക എയർ ടൈറ്റ് ചെയ്ത ഡിസ്പ്ലേ എങ്ങനെ റിമൂവ് ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എയർ ടൈറ്റ് ചെയ്ത് ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്നതിന് ഒരു വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യാം. ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ കരുതിനെ, പക്ഷെ അത് ലോങ് വീഡിയോ ആയിപ്പോയതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു റിക്കോർഡായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഒന്ന് പ്രീ ഹീറ്ററാണ്, നമ്മളെ സെപ്പറേറ്റ് ചെയ്യണ ഹീറ്റർ. ഒരു 100 ടെമ്പറേച്ചറിലേക്ക് ഇടുക. പിന്നെ അതേപോലെ തന്നെ ലിക്വിഡ് വേണം. 2 ടൈപ്പ് ലിക്വിഡ് ഉണ്ട്. ഒന്ന് നോർമൽ ഓസി ലിക്വിഡ് ഉണ്ട്, ഒന്ന് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഓസി ലിക്വിഡ് ഉണ്ട്. ഇത് ഫ്ലിപ്പ് ഫോൾഡിനൊക്കെ യൂസ് ചെയ്യണ ലിക്വിഡാണ് കേട്ടോ. ഇത് നോർമൽ ഓസിയെ, ഇത് നമ്മളിവിടെ വാങ്ങാൻ കിട്ടില്ല. ഇത് കുറച്ച് സ്ട്രോങ് ആണ്, പക്ഷേ ഈ LED ഡിസ്പ്ലേ ഒക്കെ യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഡാമേജ് ആയി പോവുക, ബ്ലാങ്ക് ആയി പോവുക, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സാധാ ഒരു ബ്ലേഡ് ഓക്കെ, ഷേവിങ് ബ്ലേഡ്. പിന്നെ ഇങ്ങനത്തെ ഒരു ഓസി ഷീറ്റ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്, ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്പ്ലേ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടത്, എയർ ടൈറ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു സംഗതിയിലൊക്കെ യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ എയർ ടൈറ്റ് ആണോ അല്ലെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ബ്ലേഡ് ജസ്റ്റ് സൈഡിൽ കൂടി ഇങ്ങനെ ഇറക്കിയിട്ട് കുറച്ച് ലിക്വിഡ് യൂസ് ചെയ്യാം. ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഒരു ബ്ലാക്ക് കളർ ഇങ്ങനത്തെ ഒരു ഗമ്മ് പൊടിഞ്ഞു പോരുന്നത് തോന്നുന്നു നമുക്ക്. കണ്ടോ ഈ ഒരു ബ്ലാക്ക് കളർ, കണ്ടോ ഇങ്ങനെ ബ്ലാക്ക് കളറ് ഇങ്ങനെ പൊടിഞ്ഞു പോരും ആ ഗമ്മ്. ഇങ്ങനെ പൊടിഞ്ഞു പോരാന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി അയച്ചിട്ട് മാനുവലായിട്ട് റീപാക്ക് ചെയ്ത്, അതായത് മാനുവലായിട്ട് എയർ ടൈറ്റ് ചെയ്ത ഡിവൈസാണ്. ഈ ഒരു ഡിവൈസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ മെഷീനിൽ വെച്ചിട്ട് പൊക്കരുത് കേട്ടോ. മെഷീനിൽ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രെയിം ഓൾറെഡി ഇത്രയും ഹാർഡായിട്ടുള്ളൊരു ഗമ്മായതുകൊണ്ട് ആ ഫ്രെയിം സ്റ്റിക്കായി കിടക്കുന്നുണ്ടാവും. ഈ ഫ്രെയിമിൽ നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഡിസ്പ്ലേ മാത്രമായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഡിസ്പ്ലേൻ്റെ ഫ്ലെക്സ് ഡാമേജ് ആവുകയും ലൈന് വരിക, അല്ലെങ്കിൽ ഗ്രീൻ കളർ വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എയർ ടൈറ്റ് ചെയ്ത ഡിവൈസ് ഒരിക്കലും ഡിസ്പ്ലേ ലിഫ്റ്റ് ചെയ്യുന്ന മെഷീനറി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. ഫസ്റ്റ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ചെറിയൊരു തിന്നായിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് സൈഡിൽ കൂടി ഒന്ന് ഇങ്ങനെ വലിച്ചു നോക്കുന്ന സമയത്ത് ഈ ഗമ്മ് പൊടിയായി പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ചെയ്ത ഡിവൈസാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരിക്കലും മെഷീൻ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ പൊക്കരുത് കേട്ടോ. അത്യാവശ്യം ഹീറ്റായിട്ടുണ്ട്. വീണ്ടും അഗെയിൻ ബ്ലേഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിരുന്നു, എന്നിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ട്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഈ ഒരു ലിക്വിഡ്. കുറച്ച് സ്ട്രോങ് ആയിട്ടാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് ഉപയോഗിച്ചിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യാം. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് കേട്ടോ. ബ്ലേഡ് ഉപയോഗിച്ചതാണ്ടോ ഇങ്ങനെ ഗമ്മ് വരുന്നുണ്ടോ, ഇത് എയർ ടൈറ്റിൻ്റെ ആ ഗമ്മാണ് ഇളകി പോരുന്നത്. കണ്ടോ ഇത്ര ഗമ്മുണ്ട്, ഇത്രത്തോളം ഗമ്മുണ്ട്.
അതിന് ശേഷം ഈ ഒരു പേപ്പർ എന്ത് ചെയ്യാം, പേപ്പർ റിമൂവ് ചെയ്യാം. ഒന്ന് ഹീറ്റാക്കാം കേട്ടോ. കണ്ടോ അത്ര ഗമ്മ് വരുന്നുണ്ട് ഇതിനകത്ത്. ഇത് കുറച്ച് കൂടിയായിട്ട് ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വേറെ ലിക്വിഡ് ഇറക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെ കസ്റ്റമർ ഊതി നോക്കാതെ ഫോൺ എടുക്കുക, ഊതിയിട്ട് കാറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ട് എടുത്തോളി, പ്രശ്നമല്ല. ബാക്കിയിലൊക്കെ വരുന്ന കാണാം.
फंड एत्र जगह ഒന്ന് 200 അതിനോട് അതിനോട് കാണും അവിടെ അല്ലേ ഫണ്ട് ഇതന്നെ അതിനാണ് യൂട്യൂബിക്കാണ് ഇതുണ്ടോ എമ്മാതിരി കട്ടി വെച്ച് ഫോക്കസ് ഉണ്ടാക്കാം അപ്പുറത്തൂടെ എന്നിട്ട് സ്റ്റൂളുമ്പോ കയറിക്കോ വോയിസ് ഓവർ ഇതുണ്ടോ കണ്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടോ ഏതാ കണ്ടോ ഇതാണുണ്ടോ ഫോൺ എടുത്ത് അങ്ങനെ ക്ലോസ് ആക്കി വെച്ചില്ലേ
ഓക്കെ. ഇത് ഏതൊന്നിൻ്റെ ഒരു പേര് കുറച്ച് വേണം. കുറച്ച് പാടില്ലേ? Unknown caller. WhatsApp caller. വാങ്ങിക്കോ. അങ്ങനെ തരിക. എന്നാ